നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടന അമ്മയുടെ ഇലക്ഷൻ ഓരോ ദിവസം അടുത്തു വരുന്നതോടും വലിയ വാശിയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത സിനിമാ മേഖലയിലുള്ളവരെ ഈ പ്രേക്ഷകരെയും അറിയിക്കുകയാണ്. അതും താരസംഘടനയിലെ അമ്മയിലുള്ള മെമ്പർമാരെല്ലാം അറിയേണ്ട ഒരു വാർത്ത കൂടിയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്ത ചെയ്തത്. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിന് മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ അമ്മയുടെ പെൺമക്കൾ എന്നുള്ള ഒരു പേരിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കൂട്ടായ്മ പൂട്ടിക്കെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞ വാർത്ത ഞാൻ കണ്ടെത്തു. പക്ഷേ അത് അമ്മയുടെ പെൺമക്കൾ എന്നുള്ള പേര് മാറ്റി പെൺമക്കൾ എന്ന പേരിൽ ആ കൂട്ടായ്മ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണ് എനിക്ക് ലഭിച്ചത്. 115 അംഗങ്ങളുണ്ട്. അതിൽ നിന്നും ചില ആളുകൾ ചില അഭിപ്രായ വ്യത്യാസത്തിൽ ചില സംസാരങ്ങളുണ്ടായപ്പോൾ ചില ആളുകൾ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവരോട് സഹകരിക്കുന്ന ചില ആൾക്കും അവരും അവിടുന്ന് ബൈ പറഞ്ഞു പോയിരുന്നു. എന്ന് വെച്ചാൽ വേണ്ട, ഈ ഗ്രൂപ്പിൽ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്നും പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി ഒരു ലക്ഷ്യമൊക്കെ നടന്നിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി പല വാർത്തകളും പല വോയിസ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ചോർത്തി നൽകിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഓരോ മാധ്യമപ്രവർത്തനം കിട്ടുന്നത് അതുവരെ കഴിവുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ കഴിവുകൊണ്ടാണ്, അതിനൊന്നും മാറ്റമില്ല. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉദാഹരണം, ഇപ്പോൾ ഈ ഗ്രൂപ്പ് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് ചില ആളുകൾ ഇപ്പോൾ പത്രിക നൽകിയ ചില പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ, ചില പുരുഷന്മാർ, ഒന്നോ രണ്ടോ പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു. ഇവർക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പത്രിക നൽകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും പല ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ ആരോപണ വിധേയരായവർ മത്സരിക്കാൻ പാടില്ല എന്ന് ചിലവ്. പക്ഷേ അങ്ങനെ മത്സരിച്ച എന്താണ് കുറ്റമെന്ന് ചോദിച്ചു. ആരോപണ വിധേയരായവർ എല്ലാവരും ഉണ്ട്. ഇപ്പം അവർ പറഞ്ഞ ആ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിലല്ലേ, എല്ലാത്തിലുമുണ്ട്. ഇവരൊക്കെ മത്സരിക്കുന്നില്ലേ? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് വലിയ രീതിയിൽ അങ്ങനെ ചോദിക്കാൻ, അങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല, വലിയ അധികാര സ്വരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല, ആരാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നു ഈ സ്ത്രീകളോട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് കൃത്യമായി തന്നെ അവർ അറിയുകയും അവരെ ഫോണിൽ വിളിച്ച് ഈ പറയുന്ന വ്യക്തി ഫോണിൽ വിളിച്ച് ഭീഷണിയുടെ സ്വരം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെതിരെയൊക്കെ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇലക്ഷന് മത്സരിക്കാൻ ആർക്കും അവകാശമുണ്ട്, അല്ലേ? ആർക്കും അവകാശമുണ്ട് ഇലക്ഷൻ മത്സരം. ജനാധിപത്യ രീതിയിലേക്ക് ഇലക്ഷൻ പോകണമെന്നുള്ള ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ മത്സരിക്കാമെന്ന്. മോഹൻലാൽ സ്ഥാനം ഒഴിയുമ്പോൾ തന്നെ എല്ലാവരും മത്സരിക്കണം, എല്ലാവരും മത്സരിച്ച് വിജയിച്ച് വരണമെന്നാണ്. അങ്ങനെ എല്ലാവരും മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്ന് ഈ ഗ്രൂപ്പിൽ വലിയൊരു ചർച്ച നടന്നു. അതിൽ പേരെടുത്ത് അൻസിബാസൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നില്ല, പേരൊന്നും മാറ്റാൻ പറഞ്ഞിട്ടില്ല. അൻസിബ ഹസൻ ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവിലേക്കും കൊടുത്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക തള്ളി അക്സിക്യൂട്ടീവ് സ്ഥാനം പിൻവലിച്ച് ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കുന്നതെന്ന് അതിൻ്റെ കാർഡും ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കാർഡ് വരെ അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഇന്ന് ഗ്രൂപ്പിൽ, അല്ലേ, ഈ പെൺമക്കളുടെ ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്ക് കിട്ടുന്ന വിവരം. താൻ ആരോട് ചോദിച്ചിട്ടാണ് പത്രിക നൽകിയത്? ഈ ഒരു ചോദ്യം മത്സരിക്കുന്ന രണ്ടംഗങ്ങൾ പല ആളുകളോടും സംസാരിച്ചിരിക്കുന്നു. ആ ആളുകൾ അൻസിബാസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അൻസിബയുടെ ഒരൊറ്റ ചോദ്യമുള്ളൂ. ഈ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വലിയ ചർച്ച നടന്നു. എന്നോട് ചോദിച്ചിട്ടാണ്, എന്ന് വെച്ചാൽ അൻസിബയോട് ചോദിച്ചിട്ടാണ് ഈ ചോദിക്കുന്ന ആളുകൾ പത്രിക നൽകിയത്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതാർക്കും മത്സരിക്കാം. അപ്പോൾ ഇവർക്ക് മാത്രം കുത്തകയാകുകയാണ് ഈ ഇലക്ഷൻ? ഒരിക്കലുമല്ല. അതിന് മുമ്പ് തന്നെ ആശാ അരവിന്ദൻ്റെ പേരും വന്നിട്ടുണ്ട്. ആശാ അരവിന്ദൻ്റെ അടുത്തും ഇങ്ങനൊരു ആരോട് ചോദിച്ചിട്ടാണ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ചോദിച്ചു എന്ന വിവരം ലഭ്യം. ഇതിന് മുമ്പാണ്. അവരൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. ഇവർക്കൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അൻസിബ ഹസൻ കൃത്യമായിട്ട് തന്നെ ആ ഗ്രൂപ്പിൽ പറഞ്ഞു തന്നെ, എന്നോട് ചോദിച്ചാണ് അവർ മത്സരിച്ചത്, എന്നെ ഭീഷണിപ്പെടുത്താൻ വരേണ്ട കാര്യമില്ല. അത് ചോദിച്ചവരടുത്ത് മറുപടി കൊടുത്തു എന്ന് അൻസിബ പറയുന്നു. അത് ചോദിച്ച ആളുകൾക്ക് രംഗത്തുള്ള ആളുകളാണ്. അപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അപ്പോൾ ഒരംഗം പറയുന്നു, അവിടെ വേറൊരു വരുതിയാണ് ഞങ്ങൾ വെച്ചിരുന്നത്, ആ വരുതി ഇനി എന്ത് ചെയ്യുന്നുള്ള ചോദ്യം. എന്ത് രസമാണ്! അപ്പം അവർക്ക് വേണ്ട വനിതയെ മത്സരിക്കാവുന്നുള്ളൂ. അങ്ങനെ ഒരു മത്സരാർത്ഥി വേറൊരു മത്സരാർത്ഥിക്ക് വേണ്ടി ചോദിച്ചു. ഇതൊക്കെ നടന്ന സംഭവമാണ്. അപ്പോൾ അൻസിബ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? അൻസിബ ഹസൻ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ഇലക്ഷൻ സബ് കമ്മിറ്റിക്ക് പരാതി നൽകി. അത് ഇലക്ഷൻ സബ് കമ്മിറ്റിയിലുള്ളത്, ഇലക്ഷൻ സബ് കമ്മിറ്റി കമ്മീഷനുള്ളത് 3 പേരാണ്. ഒന്ന് പൂജപ്പുര രാധാകൃഷ്ണൻ, ഒന്ന് കുഞ്ചൻ, ഒന്ന് മോഹൻലാൽ. അതിലൊരു വ്യക്തിക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് പരാതി നൽകി. അത് ഇലക്ഷൻ ചട്ടലംഘനമാണ്. അത്തരം ഭീഷണിപ്പെടുത്തുന്നതിന് അത് തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ അൻസിബ തയ്യാറാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയില്ല.
ഇതാരുടെയും കുത്തകയല്ല. താരസംഘടന അമ്മ 507 മെമ്പർമാരാണ് ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ 507 പേരും ഈ അമ്മയുടെ മെമ്പർമാരാണ്. അവർക്ക് ആർക്കും മത്സരിക്കാം. കൈനീട്ടം മേടിക്കുന്നവർക്കൊഴിച്ച് ബാക്കി ആർക്കും മത്സരിക്കാം. അപ്പോൾ ഈ കൈനീട്ടം മേടിക്കുന്നവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ടവകാശമുണ്ട്. അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരമൊരു ചർച്ച ഇന്ന് ഗ്രൂപ്പിൽ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾ ഭയപ്പെടുന്നു, ചില മത്സരാർത്ഥികൾ ഭയപ്പെടുന്നുണ്ട്. അവർ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില മത്സരാർത്ഥികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഭയപ്പെടുന്നവർക്കെതിരെ വലിയ വലിയ തെളിവുകൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ മിക്ക ആളുകളുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്താറുണ്ട്. മിക്ക ആളുകളുമായിട്ട് ഞാൻ ഫോണിൽ വിളിക്കാറുണ്ട്. മിക്ക കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം അത്രമാത്രം ആത്മാർത്ഥ ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അവർക്ക് എന്നോടുണ്ടോ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ, വാർത്തകൾ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിരിക്കുന്നു. അത് ചോദിച്ച ആൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. ആ ഗ്രൂപ്പിൽ അങ്ങനെ ചോദിച്ച ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പരാതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം വേറെ രസകരമായ ഒരു കാര്യമുള്ള പത്രിക സൂക്ഷ്മപരിശോധന നടത്തുന്ന സമയത്ത് അൻസിബ ഹസനിന് 3 പത്രിക കൊടുത്തു. അപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക തള്ളുന്നു. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അത്. അപ്പം അവിടെ ഇന്നൊരു വനിതാ മെമ്പർ ഉച്ചത്തിൽ ഓഫീസറിനടുത്ത് പറയാണ്, ആ കുട്ടിയുടെ പത്രിക നേരത്തെ തള്ളിയതാണ്, അപ്പോൾ അതും കൃത്യമായിട്ട് പരിശോധിക്കും, ചിലപ്പം അതും ഒപ്പിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം എടുത്ത് ഈ ഓഫീസിനടുത്ത് വ്യക്തമായിട്ട് ചൂണ്ടി ഒപ്പിട്ടിട്ടുണ്ട്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട് കുട്ടികൾ. അതൊരു വനിതാ മെമ്പറാണ്, മത്സരാർത്ഥിയായ ഒരു വനിതാ മെമ്പറാണ് ഉച്ചത്തിൽ സംസാരിച്ചത് അവിടെ. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. നടന്നവർക്ക് അവരെ കൃത്യമായിട്ട് അറിയാം, അങ്ങനെയും സംഭവം നടത്തുന്നു. അപ്പം ചില ആളുകൾ വരുന്നത് ഭയപ്പെടുന്നു, ചില ആളുകൾ വരാൻ പാടില്ല, അവരുടെ ആളുകളായിട്ട് മത്സരിക്കണം. അതിനെതിരെയാണ് അൻസിബ ഇന്ന് ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആ ഗ്രൂപ്പിൽ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആരെയും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. ഇത് ഇവർക്ക് പരാതി കൊടുക്കുന്നതിൽ ഇനിയും ഭീഷണിയുടെ ശബ്ദമുണ്ടായ ചില ആളുകളുണ്ട്, ചില സ്ത്രീകളെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആളുകൾ തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇവർക്കെതിരെ ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാനും ഇവരൊരുങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി അമ്മ സംഘടനയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൃത്യമായി പറയുന്നത്. ഒരു വാർത്ത കിട്ടിയാൽ കൊടുക്കുക എന്നുള്ള ബാധ്യത എനിക്കുണ്ട്. ആ വാർത്ത കൊടുക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും പുറത്തേക്ക് വരാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെല്ലാം തയ്യാറായിട്ട് ഇരിക്കുകയാണ് ചില അംഗങ്ങൾ. കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളോളം സ്ത്രീകൾക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്നിട്ട് ആ സ്ത്രീകൾക്കൊന്നും ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരും. അന്ന് ഈ സ്ത്രീകളോട് സംഭവം ചെയ്ത ഒരു പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ ഗ്രൂപ്പിലൊന്ന് ചർച്ച ചെയ്തതാണ്. അത് സജീവമായി വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ അൻസിബയുടെ പരാതി ഗൗരവമായി തന്നെ ഇലക്ഷൻ സബ് കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് അത്തരമൊരു പ്രവണത വെച്ചു പുറപ്പിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എന്തായാലും അൻസിബ പത്രിക കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണെന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അൻസിബ കൃത്യമായിട്ട് പറഞ്ഞത് മറുപടി, ഞാൻ പത്രിക കൊടുത്തത് എൻ്റെ ഇഷ്ടത്തിനാണ്. ഈ ചോദിക്കുന്ന ആളുകൾ ആരോട് ചോദിച്ചാണ് പത്രിക കൊടുത്തത്? അത് അൻസിബയോട് ചോദിച്ചിട്ടല്ല. തീർച്ചയായിട്ടും അൻസിബയോട് ചോദിച്ചിട്ട് അവർ പത്രിക കൊടുത്തത്. അപ്പോൾ അൻസിബയും പത്രിക കൊടുത്തത് ആരോടും ചോദിച്ചിട്ടില്ല എന്നാണ് അൻസിബ ഗ്രൂപ്പിലുണ്ടായ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയ. അതിൽ കൃത്യമായി തന്നെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് 115 പേരോളം അംഗങ്ങളുള്ള ഗ്രൂപ്പ് സജീവമായിട്ട് പോകുന്നുണ്ട്. അമ്മയുടെ പെൺമക്കൾ എന്ന് എഴുതിയപ്പോഴാണ് ചില ആൾക്കാർക്ക് പ്രശ്നം. അത് മാറ്റിയിട്ട് പെൺമക്കൾ, അത് ഇവരുടെ ആ ഗ്രൂപ്പ് മറ്റുള്ളവരുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ചും അവരുള്ള സൗഹാർദ്ദങ്ങൾ സംസാരിച്ചും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടും പോകുന്ന ഒരു ശക്തമായ ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പല ആളുകളും പല സ്ഥാനത്തേക്കും മത്സരിച്ചു. അതിലിപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയ ജയൻ ചേർത്തല അതിൽ മാത്രം ഉറച്ചിരിക്കുന്നു. ബാക്കി എല്ലാ പത്രികയും പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് മെമ്പർ എല്ലാത്തിനും കൊടുത്തിരുന്ന പത്രിക പിൻവലിച്ചിട്ട് ഒരു സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് തീരുമാനത്തിൽ ജയൻ ചേർത്തല എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ അൻസിബ ഒരു പത്രിക തള്ളി എക്സിക്യൂട്ടീവ് പത്രിക സ്ഥാനത്ത് നിന്നും പിന്മാറിക്കൊണ്ട് പത്രിക പിൻവലിച്ചുകൊണ്ട്
ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൈലാഷും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് തന്നെയാണ് ഉള്ളതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കൈലാഷും മറ്റു പത്രിക പിൻവലിക്കാൻ പോകുന്നു എന്ന് വിവരങ്ങളില്ല. അങ്ങനെ ഓരോ ആളുകൾ പിൻവലിക്കുകയാണ്. പിന്നീട് ലാസ്റ്റ് വരുമ്പോൾ 31 പേര് മാത്രമാണ് മത്സരത്തിനുള്ളത്. 31-ാം തീയതിയാണ് ചിത്രം തെളിയുള്ളൂ. ആ ഒരേ ആളുകൾ ഒരേ സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ അത്ര എണ്ണങ്ങൾ വെച്ച് നോക്കുമ്പോൾ 31 പേർ, 62 പേരോ മറ്റോ മത്സരത്തിന് വരുന്നുണ്ട്. അതിൽ 31 പേരായി ചുരുങ്ങും. അതിൽ നിന്നും ആരെങ്കിലും പിന്മാറുന്നുണ്ടെങ്കിൽ പിന്മാറിയാലുള്ള എണ്ണം കുറയുള്ളൂ. ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തി പിന്മാറ്റിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ചെയ്തത്. അങ്ങനെ ഭീഷണിക്കൊന്നും വഴങ്ങേണ്ടവരല്ല ആരും. ആർക്കും ആരെയും ഭീഷണിപ്പെടുത്തി മാറ്റേണ്ടതില്ല. ഇപ്പോൾ എത്ര ഉയർന്ന ആളാണെങ്കിലും ഏറ്റവും താഴെയുള്ള ആളുകളും, അവിടെ ഉയർന്ന ആളോ താഴെയുള്ള ആൾ എന്നില്ല, അമ്മയെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഒരേപോലെ പ്രാതിനിധ്യമുള്ള അംഗങ്ങൾ തന്നെയാണ്. അവർക്ക് എവിടെ മത്സരിക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ചെയ്യുന്നതും. ഈ ഒരു വാർത്ത ഞാൻ അറിയുകയും ആ ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്ന വിഷയമായതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. ഇത് പല ആളുകൾക്കെതിരെയും പല ആരോപണമായിട്ട് ചില ആളുകൾ രംഗത്ത് വരുന്നതായും കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ടവരും ആരോപണത്തിന് വിധേയരായവരും അത് തെളിയിക്കേണ്ടതായി വരും. ആ കാര്യങ്ങളും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായ വാശിയേറിയ മത്സരമാണ് താരസംഘടന അമ്മയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. ഇനി ആര് ജയിക്കുമെന്നുള്ള കാത്തിരുന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിശ്വാസം എന്ന് വെച്ചാൽ താരസംഘടനയിൽ അമ്മയുടെ അംഗങ്ങൾക്ക് വിശ്വാസമുള്ള, അമ്മയിൽ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിവുള്ള, അമ്മയിൽ തുടങ്ങാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാനുള്ളവർ, അതിന് പ്രാപ്തിയുള്ളവരെ തന്നെ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്താൽ ഈ താരസംഘടന നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ താരസംഘടനയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇത്രയും കഷ്ടപ്പെട്ട് മധുസാർ ഉൾപ്പെടെയുള്ളവർ കെട്ടിപ്പടുത്തിയ ഒരു സ്വപ്ന പദ്ധതിയാണ് താരസംഘടന അമ്മ. അമ്മയിൽ യോഗ്യരായവരെ മാത്രം ജയിപ്പിക്കുക, ഈ ഭീഷണിക്ക് ആരും വഴങ്ങാതിരിക്കുക, ഭീഷണിപ്പെടുത്തുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്കും താരസംഘടന അമ്മയുടെ ഉള്ളിലുള്ളവരേക്കും അറിയിക്കുന്ന ബാധ്യതയുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും ഭീഷണിക്ക് ആരും വഴങ്ങണ്ട. നമുക്കെതിരെയും എനിക്കെതിരെയും ആരോപണം ഉന്നയിച്ചവരുണ്ട്. ഭീഷണിയുടെ സ്വരം ഉന്നയിച്ചിട്ടുണ്ട്. അമ്മയുടെ അച്ഛനാണോ ഞാനെന്നും അച്ഛൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിച്ച ഒരംഗമുണ്ട്. ആ അംഗത്തിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല, ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതും എൻ്റെ ചെവിയിൽ എത്തുന്നുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.